ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ വട്ടയപ്പം, ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസ്റ്ററിങ് എത്തിക്കഴിഞ്ഞു, അപ്പോൾ നമുക്ക് വേഗം പോയി വട്ടയപ്പം ഉണ്ടാക്കാം. അത് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് അരി കുതിർക്കേണ്ട ആവശ്യമില്ല, കപ്പി കാച്ചേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ഈസി ആയിട്ട് ഒരു 3 hours നമുക്ക് വട്ടയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഫ്ലഫി ആൻഡ് സോഫ്റ്റാണ്, ഒട്ടും തന്നെ ഒട്ടലൊന്നുമില്ല, അതുപോലെ ഓവറായിട്ടുള്ള പുളിയും ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ പച്ചരി പൊടിച്ചതാണിത്. ഇതോടൊപ്പം നമുക്ക് 1/2 കപ്പ് തേങ്ങ വേണം, ഒട്ടും തന്നെ കറുപ്പില്ലാതെ തിരുമിയെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് നമ്മുടെ ദൊപ്പിയരി ചോറാണിത്. ദൊപ്പിയരി ചോറാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ദൊപ്പിയരിയുടെ ചോറില്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറായാലും മതി. 1 ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 നുള്ള് ഉപ്പ് വേണം. അതോടൊപ്പം നമ്മളുടെ പാത്രത്തിലൊന്ന് തടവാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണം. പിന്നെ നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് 1/4 കപ്പ് വെള്ളവും വേണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, 1/4 കപ്പ് മതിയാവും 1 കപ്പിന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോകും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളുടെ വറുത്ത അരിപ്പൊടി 1 കപ്പ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മെഷറിംഗ് കപ്പിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ്. ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ആണോ ഉള്ളത് ആ ഗ്ലാസ്സിന് 1 കപ്പ് അരിപ്പൊടി എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ 1 കപ്പിന് തന്നെ പകുതി തേങ്ങ തിരുമിയതും 1/4 കപ്പ് നമ്മുടെ ദൊപ്പിയരി ചോറും തന്നെ ചേർക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റിന് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ 1 കപ്പ് തന്നെ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തെറ്റാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ഒരു ബാറ്റർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ലൂസാക്കണ്ട, കുറച്ച് പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. വലിയ ജാർ തന്നെ എടുക്കുക. ഇനി അതിലേക്ക് നമ്മളുടെ തിരുമ്മി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുപ്പൊന്നുമില്ലാതെ തിരുമ്മി എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറുള്ള വട്ടയപ്പം കിട്ടും. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ ദൊപ്പിയരി ചോറ് അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ ചോറ് എടുക്കുന്നതെങ്കിൽ വെള്ളച്ചോറ് തന്നെ എടുക്കാമെന്നുണ്ടെങ്കിൽ അത് നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നമ്മുടെ വട്ടയപ്പം ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൊപ്പിയരി ചോറിട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ലേശം, നല്ല മധുരമുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടും നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കറി കൂട്ടി കഴിക്കാനുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മിക്സോടെ ചേർത്തിട്ട് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ, എക്സ്ട്രാ വെള്ളമൊന്നും എടുക്കരുത്. ഇനി നമ്മളുടെ അരിപ്പൊടിയുടെ ബാറ്റർ കൂടി ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ ഒന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാരയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം, 1 ടീസ്പൂൺ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ബാക്കി പഞ്ചസാര നമ്മൾ പുളിപ്പിച്ചതിന് ശേഷമാണ് ഒഴിക്കുന്നത്. ഇതോടൊപ്പം 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് വരെ ധാരാളമാണ്, കാരണം നമ്മളുടെ പൗഡർ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ മാവ് ഇരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ബാറ്റർ ലൂസ് ആവത്തില്ല. ഇനി നമ്മളുടെ ബാറ്റർ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കണം. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലോ തന്നെ ഒഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പൊളിപ്പിക്കാനുള്ള സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ തന്നെ എടുക്കണം. അതുപോലെ കുറച്ച് വലിയ പാത്രം എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പുളിച്ച് വരുമ്പോൾ കുറച്ച് പൊങ്ങിപ്പോവും, അപ്പോൾ തൂങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിൽ ഒഴിച്ച് വെക്കുകയാണ്. അതാകുമ്പോൾ പൊങ്ങി വരുമ്പോൾ തൂങ്ങിപ്പോകത്തതേയില്ല. ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് വേഗം പുളിച്ച് കിട്ടും. പിന്നെ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. 3 മണിക്കൂറൊക്കെ തന്നെ ധാരാളമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ, തീ എരിക്കുന്ന അടുപ്പുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ അടുത്തോ കൊണ്ട് വെക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. ഇപ്പോൾ തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലേ ഉള്ളൂ കുറച്ച് താമസം എടുക്കുന്നത്. എന്തായാലും ഒരു 3 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പുളിച്ച് തന്നെ വരും. ഒരു 5 മണിക്കൂറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. എങ്കിലും ഓവറായിട്ട് പുളിച്ച് കഴിഞ്ഞാൽ നല്ല വല്ലാത്തൊരു സ്മെല്ലും ഒരു പുളിപ്പും ആയിരിക്കും. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. 3 മണിക്കൂർ മാക്സിമം മതിയാവും. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
ഇത് നമ്മളുടെ ബാറ്റർ നന്നായിട്ട് പുളിച്ച് വന്ന് നിൽക്കുന്നുണ്ടോ? ഇതേ രീതിയിൽ പുളിച്ച് കിട്ടും. ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ അങ്ങ് താന്നു പോവും. ഇത്രയും വലിയ പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് തൂകി പുറത്ത് വരാഞ്ഞത്, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുറത്തോട്ട് തൂകിപ്പോവും. അപ്പോൾ വലിയ പാത്രത്തിൽ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ ബാലൻസ് അതുകൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് മാവിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ല മധുരം കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതിയാവും. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ട്രഡീഷണൽ സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു വട്ടപ്പാത്രം, ഇതേപോലുള്ള സ്റ്റീൽ പാത്രത്തിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. നമ്മളുടെ വട്ടയപ്പം വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞൊന്നും പറ്റിയിരിക്കാതെ നന്നായിട്ട് ഇളകി വരാനാണ് ഈ എണ്ണ ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പാത്രം ഇല്ലെന്നുണ്ടെങ്കിലും ഏത് ഷേപ്പുള്ള പാത്രത്തിൽ വേണമെങ്കിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിനകത്തായാലും ചെയ്തെടുക്കാം. എങ്കിലും ട്രഡീഷണൽ സ്റ്റൈലിൽ ഈ ഒരു റൗണ്ട് പാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ബാറ്റർ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒഴിക്കുന്ന സമയത്തുള്ള ഒരു കൺസിസ്റ്റൻസി ഒക്കെ കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഇരിക്കണം. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അരഭാഗമാണ് ഞാൻ ഒഴിക്കുന്നത്. നിറച്ചൊന്നും ഒഴിക്കരുത്. നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊന്തി വരും, അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്കൊരു അരഭാഗം മാത്രമേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഈ ഒരു കപ്പ് മാവിന് എനിക്ക് ഈ ഒരു പാത്രത്തിൽ ഒഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ച് വലിപ്പമുള്ള പാത്രമാണ്, പരപ്പുള്ള പാത്രമായത്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലിച്ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി കിടക്കുവാണ്. ഇനി നമ്മളുടെ ഇഡലിയുടെ തട്ട് ഞാൻ തിരിച്ച് വെച്ചിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വലിയ ചെമ്പില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഒരു ചരുവത്തിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മളുടെ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രം ചൂടാവുന്നതിന് മുമ്പ് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് പെട്ടെന്ന് അങ്ങ് വെക്കാം, ഇല്ലെങ്കിൽ കൈ പൊള്ളാതെ പതുക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ വേണം തുറക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ചെറിയൊരു ഒട്ടലുണ്ട്, അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്കാവാനുള്ളതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാകം മാവാണെന്നുള്ളതാണ്. കറക്റ്റ് ഹോൾസും ഉണ്ട്, നല്ല കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളുടെ പാത്രമൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ആറിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് സമയം ഒന്ന് ആറാനായിട്ട് ഇരുന്നാൽ മതി. ഇനി നമുക്കിതൊരു വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. സൈഡ് ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇത് നമ്മുടെ വട്ടയപ്പം ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അത് പിടിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്കായിട്ട് അത് കഴിക്കാൻ വളരെ നല്ല ഒരു ഐറ്റമാണ് ഈ ഒരു വട്ടയപ്പം. അപ്പോൾ ഈസ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് വട്ടയപ്പം ഉണ്ടാക്കണം. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് വട്ടയപ്പം ഉണ്ടാക്കുക. എളുപ്പത്തിലുണ്ടാക്കാം. നമ്മൾ ഒരു ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 3 മണിക്കൂർ കൊണ്ട് സിമ്പിൾ വട്ടയപ്പം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈസ്റ്റർ.